പ്രവാചകന്റെ വീടുകളിൽ ചിലതിൻ്റെ ചുമർ ഇഷ്ടികയാണെങ്കിൽ മറ്റു ചിലതിൻ്റെ ഭിത്തികൾ കല്ലുകൾ അടുക്കി വെച്ചതായിരുന്നു. മേൽക്കൂരയാണെങ്കിൽ പലതിലും ഈന്തപ്പനയോല മാത്രമായിരുന്നു. ചിലതിൽ ചില മരക്കഷ്ണങ്ങൾ കൊണ്ട് പാക്ക് വെച്ച് ഓലയും മണ്ണും പാകിയതായിരുന്നു. പുരാതന കാലത്ത് അറബികൾ എല്ലാവരും ഇത്തരത്തിലുള്ള വീടുകൾ തന്നെയായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക എന്ന ധാരണ ശരിയല്ല. ആ അജ്ഞാനകാലത്തും അവർ വീടുകളുടെ വലിപ്പവും ഉയരവും അന്തസ്സിൻ്റെ അഭിജാത്യത്തിൻ്റെയും അടയാളമായി ഗണിച്ചിരുന്നു. ജാഹിലിയ കവിതകളിൽ വീടുകളുടെ ഉയരം എടുത്തു പറഞ്ഞ് പെരുമ നടിച്ചിരുന്നതായി നമുക്ക് കാണാം. എന്നാൽ തിരുനബിയുടെ ഗേഹങ്ങൾ ഉയരത്തിൻ്റെ കാര്യത്തിലും വേറിട്ട് നിൽക്കുന്നതായിരുന്നു. ഹസൻ ബസ്രി ഇങ്ങനെ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം: ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് പ്രവാചക പത്നിമാരിൽ ഒരാളുടെ വീട്ടിൽ പ്രവേശിച്ചു. അതിൻ്റെ മേൽക്കൂര എൻ്റെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഉയരത്തിലായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ വിശാലതയും ശ്രദ്ധേയമാണ്. വീടിൻ്റെ മൊത്തം വിസ്തീർണം 10 മുഴത്തിൽ ഒതുങ്ങുന്നതാണ്. 3-4 മീറ്റർ ചുറ്റളവാണ് വീട്ടിലെ മുറികൾക്കുണ്ടായിരുന്നത്.